The next role of the teacher is to clarify any controversial statements put forward by the student to avoid misinterpretation. So ഒരു ഡിസ്കഷൻ ആവുമ്പോൾ ചില അൺവാണ്ടഡ് അല്ലെങ്കിൽ ചില ശരിയല്ലാത്ത കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു എന്ന് വരാം. സോ അങ്ങനെ കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ അതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുകയും കൂടെ ടീച്ചർ ചെയ്യണം. സോ ദാറ്റ് മിസ്ഇൻറ്റർപ്രിറ്റേഷൻസ് ക്യാൻ ബി അവോയ്ഡഡ്. The teacher has to ensure that the opinions are exchanged between the group members rather than merely to the teacher. പലപ്പോഴും സംഭവിക്കുക ഗ്രൂപ്പ് ഡിസ്കഷൻ വരുമ്പോൾ ഒരാൾ ഏറ്റു നിന്നിട്ട് ടീച്ചറിനോടായിരിക്കും കാര്യങ്ങൾ പറയുക. അതിന് പുറമെ പരസ്പരം ഡിസ്കസ് ചെയ്ത് ഫൈനലി അത് ടീച്ചറിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു രീതിയാണ് വേണ്ടത്. സോ ദിസ് ഹാസ് ടു ബി എൻഷുർഡ് ബൈ ദ ടീച്ചർ. ഇഫ് എ സ്റ്റുഡൻറ് റിക്വസ്റ്റ് ടൈം ഫോർ തിങ്കിങ് ഇറ്റ് ഇസ് ടു ബി ഗ്രാൻറ്റഡ്. സോ ഒരു കുട്ടി ഏറ്റു നിന്ന് എനിക്ക് ചിന്തിക്കാൻ സമയം വേണം എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഹാസ് ടു ബി ഗ്രാൻറ്റഡ്. ആ ഒരു ടൈമിൽ എല്ലാവരും സൈലൻസ് കീപ്പ് ചെയ്ത് ദേ ഹാവ് ടു ഓൾട്ടർ ദെയർ തിങ്കിങ് പ്രോസസ്. എനി ഡീവിയേഷൻസ് ഫ്രം ദ ടോപ്പിക് ഇസ് ടു ബി റീഡയറക്റ്റഡ്. സോ പലപ്പോഴും ഡിസ്കസ് ചെയ്ത് നമ്മുടെ മെയിൻ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോവാനായിട്ടുള്ള പ്രവണത ഭയങ്കര കൂടുതലാണ്. So such things should be avoided. Whenever there is a deviation, the teacher has to redirect the discussion. If subgroups are involved, the group leader has to summarize the viewpoints of the group. So pala kunju group undavumbo at the end the group leader has to summarize what was discussed in the group. The discussion ends by a concluding note by the teacher. And this concluding note should include the summary of discussion, the statement regarding the fulfillment of objectives, words of appreciation for participation. So finally നമ്മളൊരു ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ അത് ഒരു സമ്മറി നോട്ട് അല്ലെങ്കിൽ ഒരു കൺക്ലൂഡിങ് നോട്ട് കൊണ്ട് വേണം കൺക്ലൂഡ് ചെയ്യാനായിട്ട്. ഈ നോട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട ടീച്ചറാണ്. ഇവിടെ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്, അതിൽ ഫൈനൽ കൺക്ലൂഷൻ എന്താണ് ഡ്രോ ചെയ്തത്, objectives ഒക്കെ മീറ്റ് ചെയ്തോ. ആൻഡ് teacher has to also congratulate the students for actively participating in the discussion. The teacher should give and obtain suggestions for future discussion. So ഫ്യൂച്ചറിൽ ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ എന്താണ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക എന്ന് ടീച്ചറിൻ്റെ സൈഡിൽ നിന്ന് പറയുകയും അതുപോലെ തന്നെ എന്താണ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്ന് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് ചോദിക്കുകയും ചെയ്യണം. So these are the 3 different discussion techniques in order to enhance the classroom discussions. Coming to the advantages of discussion, as we said in the initial side, it is a student-centered method of teaching. Since there is active participation of the students, it enhances learning. There is better retention and recalling of the topic learned. Students ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാരണം ലേണിംഗ് പ്രോസസ്സിനെ ഒന്ന് എൻഹാൻസ് ചെയ്യുകയും അതുപോലെ തന്നെ റീടെൻഷൻ കപ്പാസിറ്റി, റീകോളിംഗ് കപ്പാസിറ്റി എൻഹാൻസ് ചെയ്യുകയും ചെയ്യും. Whenever the students' opinions and suggestions are accepted, they feel an enhanced self-esteem. So നമ്മൾ പറയുന്ന ഒരു കാര്യം ബാക്കിയുള്ളവർ അക്സെപ്റ്റ് ചെയ്തു എന്ന് വരുമ്പോൾ that enhances our self-esteem. It develops problem-solving skills, team-building skills, social skills, as well as self-expression skills. So these are the advantages of discussion. Now coming to the disadvantages of discussion. It is a time-consuming process. Success of discussion that entirely depends upon the preparation of the students. If they are not prepared well, the objectives will not be met. So പലപ്പോഴും ഒരു ടോപ്പിക്കിൽ പ്രിപ്പയർഡ് ആയിട്ട് വരാൻ പറയും, പക്ഷെ പലപ്പോഴും കുട്ടികളത് മറന്നു പോകും. എന്നിട്ട് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ഒരു ഡിസ്കഷൻ നടത്തി കഴിയുമ്പോൾ the objectives of the discussion won't be met. Ill-prepared discussions, they achieve nothing rather than meaningless verbal exchanges. കുറേ വായിട്ട് അടിക്കുക എന്നതിലുപരി പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാത്ത ഒരു ഡിസ്കഷൻ ദാറ്റ് ഗെയിൻസ് നത്തിങ്. If the discussions are not fully controlled, എന്താ പറ്റുക? The over turkeys, they will hijack the discussion. അല്ലേ, അവരുടെ കയ്യിലായിരിക്കും ആ ഒരു ഡിസ്കഷൻ ഫുൾ അവരായിരിക്കും ലീഡ് ചെയ്യുക. ആൻഡ് ഫ്യൂ വളരെ പാവം മിണ്ടാതിരിക്കുന്ന ആൾക്കാർ അവർ പാസീവായിട്ട് തന്നെ റീമെയിൻ ചെയ്യും.
If discussions are not properly controlled, the discussion may be limited to few over talkies, while many of the students may remain passive. Discussions are less efficient when the number of students or subgroup increases. സോ ലാർജ് ഗ്രൂപ്പിൽ ഒരു ഡിസ്കഷൻ നടത്തി കഴിയുമ്പോൾ ഒരു ടീച്ചറിന് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ കുറേ സബ് ഗ്രൂപ്പ്സ് ഉണ്ടാക്കി കഴിയുമ്പോഴും എഗെയിൻ ദ ഡിസ്കഷൻസ് they will be less efficient. So these are the disadvantages of discussion. Hope you are clear with this topic. We'll see next day with a new teaching methodology. Till then, stay safe and stay healthy. Bye. Have a good evening.